ഹായ് ഓൾ, മൈസെൽഫ് ഡോക്ടർ ഡാനിയ ഫ്രം ബ്ലൂ ലൈൻസ് ഡെന്റൽ. ഇന്ന് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ ജസ കാലിക്കറ്റ് ഡെന്റൽ കോളേജിൽ ഇന്റേൺ ആണ് ഇപ്പോൾ. അപ്പം അവള് ജസ്റ്റ് നമ്മൾ വീഡിയോസിന് ഒരു കുട്ടി ചേരുമ്പോൾ തൊട്ട് എത്രത്തോളം എക്സ്പെക്ടേഷൻസ് ആണുള്ളത് ആൻഡ് ദ റിയാലിറ്റി ചെക്കിനാണ് ജസ നമ്മുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. നീറ്റിന്റെ എക്സാം കഴിഞ്ഞിട്ട് ഒരു കുട്ടിക്ക് സപ്പോസ് ഒരു ഗവൺമെന്റ് ഡെന്റൽ കോളേജ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഡെന്റൽ കോളേജിൽ അതായത് ചോയ്സ് ഉണ്ടെങ്കിൽ, അതായത് അത്യാവശ്യം നല്ല റാങ്ക് ഒക്കെ ഉള്ളവർക്ക് ഒബ്വിയസ്ലി അവർക്ക് ഇഷ്ടമുള്ള കോളേജ് പ്രിഫർ ചെയ്യാലോ. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഒരാൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ചിലര് ഒരുപാട് ദൂരമുള്ളത് സെലക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ദൂരത്തെക്കാളും ആക്ച്വലി എപ്പോഴും നമുക്ക് കുറച്ചൊരു അടുത്തുള്ള കോളേജസ് തന്നെയാണ്, നമ്മുടെ വീടിന്റെ അടുത്തുള്ള കോളേജസ് തന്നെയാണ് എപ്പോഴും പ്രിഫറൻസ്. കാരണം പല കാര്യങ്ങൾ വരും. ഇത് 4-4.5 കൊല്ലം പ്ലസ് ഇന്റേൺഷിപ്പ് കൂടി അത്യാവശ്യം ലോങ് ഡ്യൂറേഷൻ ഉള്ള ഒരു കോഴ്സ് ആണല്ലോ. ഒരു ക്രൈറ്റീരിയ നമ്മുടെ വീടിന്റെ അടുത്താണ് എന്നത് നോക്കാം. അതായത് എപ്പോഴും പറ്റിക്കൊള്ളണമെന്നില്ല. ബട്ട് പിന്നെ ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഉണ്ടാവുമ്പോൾ ഒബ്വിയസ്ലി ഗവൺമെന്റ് കോളേജസ് തന്നെയാണ് ബെസ്റ്റ്. പക്ഷെ അതിൽ പ്രൈവറ്റ് കോളേജസും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. ഇപ്പൊ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മളൊരു BDSന് ജോയിൻ ചെയ്താൽ ഹിഡൻ ആയിട്ടുള്ള കുറെ എക്സ്പെൻസസ് ഉണ്ട്. കുറെ എക്സ്പെൻസസ് ഉണ്ട്. അത് ചില സമയങ്ങളിൽ പാരന്റ്സിന് മനസ്സിലാവാറില്ല. ഇപ്പൊ BDS ഒരു കുട്ടി ചേരുകയാണെങ്കിൽ MBBSനെ അപേക്ഷിച്ച് ഭയങ്കര ഡിഫറെന്റ് ആണ്. അവർ ആ ഇയറിലെ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വല്ലാതെ സ്കോപ്പ് അല്ലെങ്കിൽ ചെറിയ സ്കാൽപ്പൽ റിലീഫ് അങ്ങനെ കുറഞ്ഞ ചെലവുകളെ ഉണ്ടാവും. പക്ഷെ BDSന് ഇനിയിപ്പോ നമ്മൾ ഫൈനൽ ഇയർ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആ ഫീസ് എത്ര വന്നോ അത്രത്തോളം തന്നെ നമ്മുടെ എക്സ്പെൻസസും ഓരോ ഇയറിലും വരാറുണ്ട്. എക്സ്ട്രാ എക്സ്പെൻസസ് ഉണ്ട്. അപ്പൊ ഒരു പ്രൈവറ്റ് ഡെന്റൽ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നമ്മള് ആ ഒരു ഹിഡൻ എക്സ്പെൻസസ് ഓൾറെഡി ആണ് എന്നും സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ചില സമയങ്ങളിൽ ഇപ്പൊ ലോണൊക്കെ എടുത്ത് പഠിക്കുന്ന സാഹചര്യം കുറെ പേരിൽ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ BDSന്റെ കേസിൽ ലോണൊക്കെ എടുത്ത് പഠിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിനാരിയോ സാലറി വളരെ കുറവാണ്. അപ്പം കോളേജ് അല്ലെങ്കിൽ BDS കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലാത്ത കുട്ടികൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാതെ BDSന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ഈ 10K-ക്കും 15K-ക്കും വർക്ക് ചെയ്യുന്ന ഡെന്റിസ്റ്റുകൾ തന്നെ ഉണ്ടാവുന്നത്.